ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് പനിയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് പനി, അത് കഴിഞ്ഞ് മോന് പനി, അങ്ങനെയൊക്കെ വന്നു. അതുകൊണ്ടാട്ടോ കുറച്ച് ലേറ്റായത് വീഡിയോ ഇടാനായിട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്സാണ്. ഇത് നമുക്ക് നല്ലൊരു പെർമനൻറ്റ് കളർ തരാൻ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് നമുക്കൊരു ഉരുളക്കിഴങ്ങാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക കേട്ടോ. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ തൊലി കളയാതെ വേവിക്കുകയൊന്നും ചെയ്യേണ്ട കേട്ടോ. വേവിക്കുകയോ തൊലി കളയുകയൊന്നും ചെയ്യാതെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൽ നിന്ന് നമുക്ക് അത്യാവശ്യത്തിനുള്ള നല്ല നീര് കിട്ടും കേട്ടോ. ഇതൊരു ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക് ആണ്. 40 വയസ്സ് കഴിഞ്ഞവർക്ക്, മുഖത്ത് ചുളിവുകളൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി. നല്ല അടിപൊളി റിസൾട്ടാണ്. ഈ ഉരുളക്കിഴങ്ങ് നമ്മളൊരു ഗ്രേറ്ററിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. വളരെ നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫേസ് മാസ്ക് ആണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളിതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. എനിക്ക് ഒരു ഉരുളക്കിഴങ്ങ് മുഴുവനുമായിട്ട് ഗ്രേറ്റ് ചെയ്തപ്പം ഇത് ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നമ്മളിത് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കുകയാണെങ്കിൽ ഭയങ്കര തിക്കായി പോകും കേട്ടോ. മിക്സിയിൽ അടിക്കാതെ ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞിട്ടെടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമുക്കൊരു അരിപ്പ ഉണ്ടെങ്കിൽ അരിപ്പ ഉപയോഗിച്ച് നമുക്കിത് പിഴിഞ്ഞെടുക്കാവേ. അപ്പോൾ ഒട്ടും തരികളില്ലാതെ ഇതിൻ്റെ പീസൊന്നും വീഴാതെ നമുക്ക് കിട്ടും കേട്ടോ. കൈകൊണ്ട് ഞെക്കി കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ നീര് കിട്ടും കേട്ടോ. മിക്സിയിൽ അടിക്കുമ്പോൾ ആണെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യം മിക്സിയിൽ അടിച്ചാക്കി നോക്കിയേ. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ആണെങ്കിൽ നമുക്കിതൊരു ഭയങ്കര കുറുകിയ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടുന്നത്. ഇതാണ് നല്ല ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയ മെത്തേഡ്. നമ്മളിതിൻ്റെ നീരെടുത്തിട്ട്, നമ്മളിതിൻ്റെ നീരല്ല കേട്ടോ ഈ പാക്കിൽ യൂസ് ചെയ്യുന്നത്. നീര് നമുക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ആൻറ്റി ഏജിങ് ആണ് കേട്ടോ. നമ്മളിത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് മൂടി വെക്കണേ. ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ അടിയിൽ ഊറി വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത്, ഇതിൻ്റെ നീര് നമ്മൾ ഊറ്റി മാറ്റണം. ആ നീരും കളയണ്ട. അത് നമുക്ക് അടുത്ത ഫേസ് പാക്കിലോ എന്തിലേലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് കഴിയുമ്പോൾ കണ്ടോ, നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഒരു വെളുത്ത അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കണ്ടോ, ചെറിയൊന്ന് കട്ട പോലെയായി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ എന്തെങ്കിലും സ്പൂണോ വിരളോ ഒക്കെ വെച്ചെടുക്കുമ്പോൾ നല്ല ലൂസായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള സ്റ്റാർച്ചാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതിന് കാരണം നമ്മൾ തോലോടുകൂടി ഗ്രേറ്റ് ചെയ്ത് അത് പിഴിഞ്ഞെടുത്തതല്ലേ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ബെസ്റ്റ് എന്നാണ് കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിക്കുകയൊക്കെയാണെങ്കിൽ നമുക്ക് ഇത്ര നന്നായി കിട്ടില്ല കേട്ടോ. പിന്നെ വേവിച്ചാലും അതിൻ്റെ സ്റ്റാർച്ച് ഇങ്ങനെ കിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും എപ്പോഴും എന്നോട് ചോദിക്കും കേട്ടോ, കെയർ വീഡിയോ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, സ്കിൻ ബ്രൈറ്റനിങ് വീഡിയോസും കൂടി ചെയ്യുമെന്ന് പറയൂ കേട്ടോ. അങ്ങനെ അവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നതാണ്. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു മുട്ടയാണ് ആവശ്യം. എൻ്റെ കയ്യിലിപ്പം ഈ മുട്ട, നിങ്ങളുടെ ഈ നാടൻ മുട്ട ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഈ മുട്ട ആയതുകൊണ്ട് ഞാനിതെടുത്തേ. ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ള മാത്രം മതി കേട്ടോ. ഒരു മുട്ടയുടെ വെള്ള മുഴുവനായി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം മുഴുവനായിട്ട് എടുക്കുമ്പോൾ പാക്ക് കുറച്ച് അധികമാകും കേട്ടോ. അധികമായി പോകുമ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് ബാക്കിയായി പോകും, വേസ്റ്റായി പോകും എന്ന് വിചാരിക്കേണ്ട. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇത് ഇരിക്കും തോറും, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യും തോറും ഇതിന് നല്ല അടിപൊളി റിസൾട്ടായി വരികയാണ്. അതല്ലാതെ ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മുട്ടവെള്ള ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ മുട്ടയുടെ ഒരു സ്മെല്ല് അങ്ങനത്തെ ഒന്നും അനുഭവപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലിപ്പം മുട്ടവെള്ളയും സ്റ്റാർച്ചും വേറെ കിടക്കുന്ന പോലെ ഇല്ലേ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. രണ്ടും കൂടി നന്നായി പതഞ്ഞ് വരുന്ന പോലെ നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കുറച്ച് സമയം നന്നായി നമ്മളിത് ബീറ്റ് ചെയ്തേ മതിയാവൂ. മുട്ടയുടെ വെള്ളം ഇങ്ങനെ സെപ്പറേറ്റായി നിൽക്കാൻ പാടില്ല കേട്ടോ. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മളൊരു 2-3 ലെയറായി ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായി ഡ്രൈ ആകുമ്പോൾ നമുക്കത് നന്നായി വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഫേസിൽ ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും 1-2 ലെയർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് പീൽ ചെയ്തെടുത്ത് നന്നായി വാഷ് ചെയ്താലും അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്രീൻ ടീ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രീൻ ടീ വാട്ടർ അല്ല കേട്ടോ, ഗ്രീൻ ടീയുടെ ബാഗിൽ ഉള്ള ഗ്രീൻ ടീ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്.
ഗ്രീൻ ടീ നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവറാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇതാണ്. അത് ഞാനൊരു ബാഗ് പൊട്ടിച്ച് അത് മുഴുവനുമായും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുഖക്കുരു മാറാനൊക്കെ നല്ല അടിപൊളി ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഗ്രീൻ ടീ. നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത്. ആൻറ്റി ഏജിങ്കാർക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന മാസ്കാണ് ഇത്. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഫലം കിട്ടിയ മാസ്കാണ് കേട്ടോ ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. മുഖത്തെ ചുളിവുകളൊക്കെ മാറാനായി നന്നായി സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇത് പിന്നെ പൗഡർ കുറച്ച് വലിയ തരികളായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് മിക്സ് ആകുന്നില്ല. എന്നാലും എനിക്ക് കുറേയൊക്കെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിത് യൂസ് ചെയ്ത് ഡയറക്റ്റ് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്തില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്